ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ കൂടെ ഇപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളിപ്പോൾ എവിടെയാണ്, നാട്ടിലുണ്ടോ അതേ പുറത്താണോ, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. നമ്മളുള്ളത് കുവൈറ്റിലാണ്. ഇപ്പം നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റാണിത്. ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന 9ാമത്തെ നിലയിലാണ്. ഞാനിപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പോവാം. എന്നിട്ട് നമ്മുടെ വീടൊക്കെ ഒന്ന് കാണാവേ. നമ്മൾ താമസിക്കുന്ന വീടൊക്കെ ഒന്ന് കാണാം. ഓപ്പണാക്കാം. നമുക്ക് ലിഫ്റ്റ് കയറിയിട്ട് 9ൽ പോകണം. 9ാമത്തെ നിലയിൽ പോകണം. ഇപ്പം നമുക്ക് മേളിൽ പോയിട്ട് കാണാവേ. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി 9ാമത്തെ ഫ്ലോറിലെത്തി. പിന്നെ ഇനി നമുക്ക് നമ്മുടെ ഫ്ലാറ്റിൻ്റെ റൂമും ഓപ്പൺ ചെയ്യാം കേട്ടോ. തൊട്ട് പോകും. ഇതൊക്കെ എൻ്റെ പരിപാടികളാണ്. കുറച്ച് പൂക്കളൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. മണി പ്ലാന്റ് ഇഷ്ടം പോലെ ഉണ്ടുണ്ടോ. നമ്മളിവിടെ ആറ്റുകാലമ്മ വെച്ചിട്ടുണ്ട്, സരസ്വതി ദേവി വെച്ചിട്ടുണ്ട്, പിന്നെ ശിവനെ വെച്ചിട്ടുണ്ട്. പലപ്പോഴൊക്കെ നമ്മൾ വിളക്കെത്തിക്കാറുണ്ട് കേട്ടോ. വിളക്കെത്തിച്ച് തൊഴുകാറുണ്ട്. അതേ നമ്മളെ മണി പ്ലാന്റ് കണ്ടോ. മണി പ്ലാന്റ് നന്നായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു റൂമുണ്ട്. 3 റൂമുള്ള ഫ്ലാറ്റാണ്. ഇവിടെ ഒരു റൂമുണ്ട്, ഇവിടെ ഒരു റൂമുണ്ട്, ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട്. പിന്നെ നമ്മളെല്ലാം ചെരുപ്പൊക്കെ വയ്ക്കുന്ന സ്ഥലം. ചപ്പലെല്ലാം എവിടെയാണ് ഉപയോഗിക്കണത്. ഇത് നമ്മളെ കിച്ചൺ കാണാം കേട്ടോ. ഇതാണ് നമ്മളെ കിച്ചൺ. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഒരടുപ്പ് വെച്ചിട്ടുള്ളൂ. എല്ലായിടത്തും 2-3 അടുപ്പ് വയ്ക്കും തോനെ ആൾക്കാർ താമസിക്കുമ്പോൾ. ഇപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരടുപ്പ് വെച്ചിട്ടുണ്ട്. ഒരടുപ്പിൽ തന്നെ എല്ലാവരും കുക്ക് ചെയ്യും. ഇത് എല്ലാവരും അലക്കണ വാഷിംഗ് മെഷീന്. പിന്നെ നമ്മുടെ കബോർഡിലാണ് അത്യാവശ്യമുള്ള പൊടികളെല്ലാം വയ്ക്കണത്. ഈ ചെമ്പ് കണ്ടോ, നമ്മൾ വിശേഷ ദിവസങ്ങളിലൊക്കെ അതിലാണ് ഫുഡ് ഉണ്ടാക്കണം. അതായത് ബിരിയാണി, ശരിക്കും ഒരുപാട് പായസം ഉണ്ടാക്കുമ്പോൾ അതെടുത്തിട്ട് പായസം ഉണ്ടാക്കും. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ കഴിക്കും. അപ്പം ഇതാണ് നമ്മുടെ കിച്ചൺ. ഇത് അവരുടെ ഫ്രിഡ്ജാണ്. അവർ എല്ലാവരും കൂടെ യൂസ് ചെയ്യണ ഫ്രിഡ്ജാണ്. നമ്മുടേത് നമ്മുടെ റൂമിനകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ആരുമില്ല ഇതിൽ ഉള്ള ആൾ നാട്ടിൽ പോയി. ഈ റൂമിലുള്ളവർ ഡ്യൂട്ടിക്ക് പോയി. ഇതിലുള്ള ആൾക്കാർ നാട്ടിൽ പോയി. പിന്നെ അവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ നമ്മൾ അവിടെ പാർട്ടിഷൻ അടിച്ചിട്ടുണ്ട്. അത് നമ്മൾ പാർട്ടിഷൻ അടിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റൂം നോക്കാവേ. നമ്മുടെ റൂമിലോട്ട് പോകാം. ഇതാണ് നമ്മളെ റൂം. നമ്മുടെ റൂം ഇതാണ് കേട്ടോ. നമ്മൾ ഫാമിലി ഫോട്ടോ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ റൂം. ഇവിടെ ഉണ്ട് മണി പ്ലാന്റ് ഉണ്ടോ. എനിക്ക് തന്നെയാ പണി. തിരിയൊക്കെ കണ്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള തിരികളാണ്. പിന്നെ ഇവിടെ ഒരാളുണ്ട്. ഇവിടെ നമ്മുടെ കുബേരൻ, ഒത്തിരി വർഷം കൊണ്ട് നമ്മളെ കൂടെയുള്ള കുബേരനുണ്ട്.
നമ്മുടെ മണി പ്ലാന്റ് ഇവിടെ ഒരെണ്ണമുണ്ട്. ഇത് നമ്മുടെ മാതാവ് ഈശോ ഇരിക്കുന്നുണ്ടോ. ഇത് വേളാങ്കണ്ണി മാതാവുണ്ട്. മീനൂട്ടിയും ചെക്കനും ഉണ്ട്. ഇത് നമ്മുടെ TV, നമ്മുടെ ഫ്രിഡ്ജ്, നമ്മുടെ ഇനി തുണികളൊക്കെ കഴുകി മടക്കി ഒക്കെ വെക്കുന്നത്, അയൺ ചെയ്തിടുന്നതൊക്കെ ഇതിനകത്താണ്. നമ്മുടെ ബാത്റൂം കാണാമേ. ഇതിൻ്റെ ഉള്ളിലുള്ള ബാത്റൂമാണിത്. ഇത് അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. എണ്ണ, പിന്നെ കാച്ചി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണ, പിന്നെ ഷാമ്പൂ, സോപ്പ്, അങ്ങനെയുള്ള എല്ലാം ഇവിടെ അത്യാവശ്യം വയ്ക്കും. ഇവിടെ അത്യാവശ്യം വലിയ ബാത്റൂമാണ് കേട്ടോ. ഇത് നമ്മൾ വാഷ് ബേസിൻ. പിന്നെ ഇതേ ഇവിടെ നമ്മൾ അലക്കാനുള്ള തുണിയെല്ലാം നമ്മളിങ്ങനെ ബക്കറ്റിലിട്ട് വയ്ക്കും. അപ്പം നമ്മൾ വാഷ് ചെയ്യുന്ന സമയമാകുമ്പോൾ എടുത്തിട്ട് പോയിട്ട് വാഷ് ചെയ്യും. അതായത് എല്ലാവരും യൂസ് ചെയ്യണ ഒരു വാഷിംഗ് മെഷീനാണ്. അപ്പോൾ നമുക്ക് കുറേ തുണിയാകുമ്പോൾ നമ്മൾ കൊണ്ടുപോയി നിറയുമ്പോൾ കൊണ്ടുപോയി അലക്കി വെളിയിൽ കൊണ്ടിടും. അകത്ത് എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത്. റൂമിനകത്ത് ബക്കറ്റ് വല്ലതും വെച്ചിട്ട് അകത്തിടും തുണികളൊക്കെ. ഇതാണ് നമ്മുടെ റൂം. കണ്ടോ, അത്യാവശ്യം വലിയ റൂമാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും റൂമിനകത്തിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ മാസം അവസാനമായില്ലേ. അപ്പോൾ ഒരു മാസത്തിൽ നമ്മൾ 2 വട്ടം ലുലുവിൽ എവിടെയെങ്കിലും പോയി സാധനം മേടിക്കാറുണ്ട്. അപ്പോൾ 15 ദിവസത്തേക്ക് വാങ്ങിച്ചാൽ 15 ദിവസം തീരുമ്പോൾ പിന്നും പോയി വാങ്ങിച്ചു കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് അങ്ങനെ വയ്ക്കും. ഇപ്പോൾ ഒന്നുമില്ല, തീരാറായി. പിന്നെ ഇപ്പം ഫ്രിഡ്ജിനകത്ത് നല്ല സ്ഥലമാണ്. നമ്മുടെ നാട്ടിലോട്ടല്ല, നല്ല അത്യാവശ്യം എല്ലാം വെക്കാനുള്ള സൗകര്യങ്ങളുള്ള ഫ്രിഡ്ജാണ് ഇവിടത്തേക്ക്. നല്ല സ്ഥലങ്ങളൊക്കെ നല്ല സ്ഥലമുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. പിന്നെ ഉപ്പിലിട്ട കാന്താരി മുളക് ചേച്ചി കുറച്ച് അടമാങ്ങ ഉണക്കി തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച്. പിന്നെ ഇത് ചോക്ലേറ്റും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് ഫ്രിഡ്ജിനകത്ത്. നമ്മുടെ കബോർഡ്, തുണികളൊക്കെ അടുക്കി വയ്ക്കുന്ന കബോർഡ്. കൊടുത്തിട്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അത്രയും നമ്മൾ ജോലി ചെയ്യണത് മൊത്തം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. എല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വീട്ടിലെ ഒരു വീട് പോലെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഒക്കെ കഴിക്കുന്നുണ്ട്. ഇന്നൊരു ദൈവം സഹായിച്ച് ഒരു കുഴപ്പമില്ല. എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. എല്ലാവരും നല്ല സഹകരിച്ച് പോകുന്നുണ്ട്. എല്ലാവരും ആഴ്ചയിലൊരു ദിവസം എല്ലാവരും ക്ലീൻ ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ സഹോദരങ്ങളെ പോലെ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളെ കൂടെ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, 5 വർഷം 6 വർഷം ഒക്കെ ആയ ആൾക്കാരാണ്. പിന്നെ അപ്പോൾ അത്രയും നല്ല സഹകരണമുണ്ട് നമ്മൾ. ഇത്രയൊക്കെ ഉള്ള നമ്മളെ വീഡിയോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി നാട്ടിൽ പോയാലേ നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നിന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതല്ല, വൈകുന്നേരം രാവിലെ 5:30ക്ക് ഞാൻ പോവും. പിന്നെ ജോലി കഴിഞ്ഞിട്ട് 3 മണിയാകുമ്പോൾ റൂമിലെത്തും. പിന്നെ വന്ന് വീട്ടിൽ കുക്കിങ് കാര്യങ്ങൾ, ക്ലീനിങ് ഒക്കെ ചെയ്ത് തുണി അലക്കാനുണ്ടെങ്കിൽ തുണികളൊക്കെ അലക്കി വരുമ്പോഴത്തേക്ക് പിന്നെ ടയേർഡാവും. പിന്നെ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നല്ല വീഡിയോസ്. പിന്നെ ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ എനിക്ക് മടിയാണ്.
നാട്ടിലാണെങ്കിൽ ഈ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടെ നിന്നിട്ടൊക്കെ വീഡിയോ ഒക്കെ ചെയ്യാൻ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതങ്ങൾ. ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ജീവിക്കണത്. അത്യാവശ്യം ദൈവം ഇത് തന്നെ ഇല്ലാത്തവരൊക്കെ എത്ര പേരുണ്ടല്ലേ. നമുക്ക് ഇതൊക്കെ കിട്ടിയത് തന്നെ വലിയ പുണ്യമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ഒരുപാട് ആൾക്കാർ എത്ര കിടക്കാടം പോലും ഇല്ലാണ്ടൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കാനുള്ളൊരു ഭാഗ്യം ദൈവം തന്നതിന് ദൈവത്തിനോട് ഒരുപാട് നന്ദി. നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ നിലയിലെത്തിയത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓല കെട്ടിയ വീടും ചാണാമൊഴുകിയ വീട്ടിലും ഒക്കെ കിടന്നിട്ടുള്ളതാണ് ഞങ്ങൾ. അപ്പം അതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഇങ്ങനെയൊക്കെ ആയി. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഇങ്ങനെയൊക്കെ ആയി വന്നത്. ഇപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടൊരു ചെറിയ വീട് ഒക്കെ ആയി. ഒക്കെ അങ്ങനെ മുന്നോട്ട് ജീവിച്ചു പോകുന്നുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ ഓരോ അനുഗ്രഹങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം കേട്ടോ. ബായ്.